അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 1ാമത്തെ പാഠം അൽ ഖുർആനുൽ കരീം. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനുശേഷം തദ്രീബാത്തിലുള്ള ഭാഗങ്ങൾ കൂടി നോക്കാം. അൽ ഖുർആനുൽ കരീം. നാം താമസിക്കുന്ന വീടും നമുക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി പരിപാലിക്കുന്നവനാണല്ലോ സർവശക്തനായ അള്ളാഹു. അവൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം, അഥവാ അള്ളാഹു സംസാരിച്ച സംസാരമാണ് ഇവിടെ കലാമുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ കലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു സംസാരിച്ച സംസാരമാണ് പരിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. സർവർക്കും വഴികാട്ടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. റമളാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. ഹിറാ ഗുഹയിലാണ്, അഥവാ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ 40 വയസ്സായിരുന്നു. തുടർന്ന് 23 വർഷത്തിനിടയിൽ വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചാണ് ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത്. തുടർന്ന് 23 വർഷത്തിനിടക്ക് വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചാണ് ഖുർആനിൻ്റെ അവതരണം. ഖുർആന് പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. പാരായണ സൗകര്യത്തിന് ഖുർആൻ 30 ജുസ് ആയി തിരിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ പാരായണ സൗകര്യത്തിന് വേണ്ടി 30 ജുസ് ആയി തിരിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുകൾ 114, ജുസ് 30. 114 സൂറത്തുകളിൽ 86 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. അവക്ക് സൂറത്ത് മക്കിയ എന്ന് പറയുന്നു. സൂറത്ത് മക്കിയ എന്ന് പറയുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുമ്പോൾ ഇറങ്ങിയ 86 സൂറത്തുകൾക്കാണ്. ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. അവക്ക് സൂറത്ത് മദനിയ എന്ന് പറയുന്നു. സൂറത്ത് മദനിയ എന്നുമാണ് പറയുക. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസഹഫ്. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസഹഫ്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേര് ഉണ്ട്. നമുക്കിനി തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. 1. താഴെ കൊടുത്ത പദസൂര്യനിൽ നിന്ന് ഖുർആനിൻ്റെ പ്രത്യേകതകൾ ചേർത്ത് പറയാം. നമുക്ക് നോക്കാം. ഇവിടെ ഖുർആനിൻ്റെ ചില പ്രത്യേകതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 114 സൂറത്തുകളാണ്. 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് 40 ആകുമ്പോഴാണ് ഖുർആനിൻ്റെ തുടക്കം കുറിച്ചത്.
റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. മദനിയ 28 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. മക്കിയ 86 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. 30 ജുസ് ആണ് ഖുർആനിലുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ച് കൊടുത്തത്. ഇതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഖുർആനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. ഇനി ഇതിൻ്റെ തദ്രീബാത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. ചോദ്യം 1, കലാം എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹുവിൻ്റെ സംസാരം അഥവാ പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണ് എന്ത്? പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹുവിൻ്റെ സംസാരമാകുന്നത്. ചോദ്യം 2, മുസ്ഹഫ് എന്നാൽ എന്ത്? ഉത്തരം ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ് അഥവാ വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. ചോദ്യം 3, ഖുർആനിൻ്റെ മറ്റൊരു പേരെന്താണ്? ഖുർആനിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം അൽ ഫുർഖാനുൽ അലീം. അൽ ഫുർഖാനുൽ അലീം. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഉത്തരം അൽ ഖുർആൻ. ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളുടെ പേര് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക. അവസാനത്തെ 9 സൂറത്തുകൾ നമുക്ക് നോക്കാം. സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ, സൂറത്തു ഖുറൈശ്. ഇതാണ് താഴെ നിന്ന് മേലോട്ട് വരുന്ന 9 സൂറത്തുകൾ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്യൂ, പ്രധാന പോയിൻ്റ് നോട്ട് ചെയ്യൂ. എന്താണ് വിഷയം നോക്കാം. സ്വന്തമായി ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെയുണ്ടാവണം. എന്തുകൊണ്ട്? സ്വന്തമായി ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെയുണ്ടാകണം. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ നോക്കാം. ഖുർആൻ നമ്മുടെ കിതാബാണ്. ഖുർആൻ നമ്മുടെ കിതാബാണ്. ഖുർആൻ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ പരലോകത്ത് ഷഫാഅത്ത് നൽകുന്നതാണ്. ഖുർആൻ പരലോകത്ത് ഷഫാഅത്ത് നൽകുന്നതാണ്. നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. നബിയുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയും ഒരു ഖുർആൻ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ എന്നും ഒരു സുഹൃത്തിനെ പോലെ ഖുർആനിനെ നാം കാണേണ്ടത്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ രണ്ടാമത്തെ പാഠം, അദ്ദർസു സാനി, പാഠം 2, ഇൽമു തജ്വീദ്. ഇൽമു തജ്വീദാണ് ഈ പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗം നോക്കാം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 പ്രതിഫലമുണ്ട് എന്ന് നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹത്തായ ഒരുപാട് പ്രതിഫലങ്ങളും പുണ്യങ്ങളും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ ലഭ്യമാകുന്നതാണ്. ഈ പുണ്യങ്ങളും മഹത്വങ്ങളുമെല്ലാം ലഭിക്കണമെങ്കിൽ ഖുർആൻ അതിൻ്റെ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനോഹരമായി പാരായണം ചെയ്യണം. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച്
മനോഹരമായ ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇത് പഠിക്കലും പരിശീലിക്കലും നമുക്ക് അനിവാര്യമാണ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണ രീതി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനും അവർ ശേഷമുള്ളവർക്കും തലമുറകളായി പകർന്നു നൽകിയതാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണ രീതി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനും അവർ ശേഷമുള്ളവർക്കും തലമുറകളായി പകർന്നു നൽകിയതാണ്. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫഇദാ ഖറഅനാഉ ഫത്തബിഅ ഖുർആന, ഫഇദാ ഖറഅനാഉ ഫത്തബിഅ ഖുർആന എന്നാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നതുപോലെ ഓതാനുള്ള കൽപ്പനയായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഓതി കേട്ടത് എങ്ങനെയായിരുന്നോ അതുപോലെ ഓതാൻ വേണ്ടിയാണ് ഈ കൽപ്പന പറഞ്ഞത്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. ഖുർആൻ പാരായണം അഥവാ പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബിഅ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അപ്പോൾ ഖുർആൻ പാരായണം മുൻഗാമികളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് ഖുർആൻ്റെ പാരായണം ശരിയായ പാരായണമായി നമുക്ക് ലഭ്യമാകുന്നത്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅത്തുൻ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ്. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ്. ഖുർആൻ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ടെന്നും അവ പാലിച്ചുകൊണ്ട് മാത്രമേ പാരായണം ചെയ്യാവൂ എന്നും ഉസ്താദുമാരിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നും മുകളിൽ പറഞ്ഞവയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. തജ്വീദ് എന്നാൽ എന്ത്? തജ്വീദ് എന്നാൽ എന്ത്? ഉത്തരം: അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾക്ക് പറയുന്നതാണ് തജ്വീദ്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾക്ക് പറയുന്നതാണ് തജ്വീദ് അഥവാ അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിന് തജ്വീദ് എന്ന് പറയുന്നു. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിന് തജ്വീദ് എന്ന് പറയുന്നു. ചോദ്യം 2. എന്താണ് ഇൽമു തജ്വീദ്? എന്താണ് ഇൽമു തജ്വീദ്? ഉത്തരം: ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ചോദ്യം 3. പാരായണത്തിൽ നിയമം പാലിക്കുന്നതിൻ്റെ വിധി എന്ത്? പാരായണത്തിൽ നിയമം പാലിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: ഫർള് ഐന്. ഫർള് ഐന്. ചോദ്യം 4. ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്നറിയിക്കുന്ന ആയത്ത് ഏത്? ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണമെന്നറിയിക്കുന്ന ആയത്ത് ഏത്? ഉത്തരം: ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ചോദ്യം 5. ഖുർആൻ ശപിക്കും ആരെ?
ഖുർആന് ശപിക്കും ആരെ? ഉത്തരം, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ ഖുർആന് ശപിക്കും. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് യോജിപ്പിക്കാം എന്നത്. ഇവിടെ രണ്ട് ഭാഗത്ത് നൽകിയതിനെ നമുക്ക് ശരിപ്പെടുത്താം. ഒന്ന്, ഖുർആൻ പാരായണം ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഖുർആൻ പാരായണം ശ്രേഷ്ഠമായ ഇബാദത്താണ്. നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. ഖുർആൻ ഓതൽ സുന്നത്തുൻ മുത്തബഅ, അല്ലെങ്കിൽ പിൻഗാമികൾ സുന്നത്തുൻ മുത്തബഅ. മൂന്നാമത്തേത് ഖുർആൻ ഓതൽ സുന്നത്തുൻ മുത്തബഅ. 4, ഒരക്ഷരത്തിന് 10 നന്മ. ഒരക്ഷരത്തിന് 10 നന്മ. 5, പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലായി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 3ാമത്തെ പാഠം, അദ്ദർസു സാലിഹ്, പാഠം 3, ആദാബു തിലാവത്തിൽ ഖുർആൻ. ആദാബു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകൾ. ഇതിനെക്കുറിച്ചാണ് ഈ പാഠം പ്രതിപാദിക്കുന്നത്. ഖുർആൻ പാരായണത്തിന് ചില മര്യാദകളുണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നാം എല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണല്ലോ. നാം എല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരുമാണല്ലോ. നമ്മിൽ എത്ര പേർ മര്യാദകൾ പാലിച്ച് ഖുർആൻ ഓതാറും കേൾക്കാറുമുണ്ട്? ഖുർആൻ ഓതുന്നവനും കേൾക്കുന്നവനും പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്. ഖുർആൻ ഓതുന്നവനും കേൾക്കുന്നവനും പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക. ഖിബ്ലയിലേക്ക് തിരിയുക, തലമറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മിസ്വാക്ക് ചെയ്യുക, അഊദും ബിസ്മിയും കൊണ്ട് തുടങ്ങുക. തൗബ സൂറത്തിൽ ബിസ്മി ഓതരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും താഴ്മയോടെയും ഭയഭക്തിയോടെയും പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും പാരായണം ചെയ്യുക. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും പാരായണം ചെയ്യുക. സജദയുടെ ആയത്തുകൾ ഓതിയാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലുക. ഓത്ത് കേൾക്കുന്നവർ പാലിക്കേണ്ട ചില മര്യാദകൾ. 1, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. 2, അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. 3, സജദയുടെ ആയത്തുകൾ കേട്ടാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. 4, ഓതുന്നവൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തമാശ, ചിരി, അന്യസംസാരം പോലെയുള്ളവ ഒഴിവാക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിലുള്ള 1ാമത്തെ ചോദ്യം, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പതിവായി പാലിക്കുന്ന 5 മര്യാദകൾ എഴുതുക. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. ആ മര്യാദകളിൽ നിന്ന് 5 എണ്ണം നമ്മൾ എഴുതണം. നമുക്ക് എന്തെല്ലാം നമുക്ക് കഴിയും? ഖിബിലയിലേക്ക് തിരിയാൻ കഴിയും, തലമറക്കാൻ കഴിയും, സുഗന്ധം ഉപയോഗിക്കാൻ കഴിയും, മിസ്വാക്ക് ചെയ്യാൻ കഴിയും, ഔദും ബിസ്മി കൊണ്ട് തുടങ്ങാൻ കഴിയും, സൂറത്ത്
തൗബ അല്ലെങ്കിൽ അവിടെ മാത്രമാണ് ഔദും ബിസ്മി ഓതേണ്ടത്. തൗബയാണെങ്കിൽ ബിസ്മി ഓതരുത്, ഔദ് മാത്രമാണ് ഓതേണ്ടത്. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, താഴ്മ, ഭയഭക്തി ഇവയൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ ശുദ്ധിയോടുകൂടി നമ്മൾ എന്താ ചെയ്യുക? ഓതുക. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരം, വസ്ത്രം, ഓതുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കുക. ഇങ്ങനെയുള്ളവയിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഏറ്റവും ചുരുങ്ങിയ ഏതെങ്കിലും മര്യാദകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഖിബിലക്ക് മുന്നിടുന്ന ഭാഗം, തല വറക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ, മിസ്വാക്ക് ചെയ്യൽ, ഔദു ബിസ്മി കൊണ്ട് തുടങ്ങൽ, അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക, താഴ്മയുണ്ടാവുക, ഭയഭക്തി ഉണ്ടാവുക, ശുദ്ധി ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ കൊണ്ടുവരിക. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരിയും തെറ്റും രേഖപ്പെടുത്തുക. ശരിയുള്ളതിന് ശരിയെന്നും തെറ്റിന് തെറ്റെന്ന് രേഖപ്പെടുത്തുക. ഭക്തിയോടെ പാരായണം ചെയ്യുക. ശരിയാണ്. ഭക്തിയോടെ പാരായണം ചെയ്യുക. ശരിയാണ്. 2, തൗബ സൂറത്ത് ഓതുമ്പോൾ ഔദ് ഒഴിവാക്കുക. അത് തെറ്റാണ്. ഔദ് ഓതണം, ബിസ്മിയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ചോദ്യം 3, തിലാവത്തിൻ്റെ സുജൂദിന് സൗകര്യം ലഭിക്കാത്തവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. ശരിയാണ്. തിലാവത്തിൻ്റെ സുജൂദിന് സൗകര്യമാവാത്തവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. ചോദ്യം 4, തൗബ സൂറത്തിൽ ബിസ്മി ഓതുക. തെറ്റാണ്. തൗബ സൂറത്തിൽ ബിസ്മി ഇല്ല, അതുകൊണ്ട് ബിസ്മി ഓതലില്ല. 5, ഓത്ത് കേൾക്കുന്നവർ അശ്രദ്ധനായിരിക്കുക. അത് തെറ്റാണ്. ഓത്ത് കേൾക്കുന്നവൻ ശ്രദ്ധയുള്ളവനായിരിക്കും. നല്ല ശ്രദ്ധയോടുകൂടി ഓത്ത് കേൾക്കുക. 6, ഖുർആൻ ക്ലാസ്സിൽ തമാശ, ചിരി ഒഴിവാക്കുക. ശരിയാണ്. ഖുർആൻ ക്ലാസ്സിൽ തമാശ പറയരുത്, ചിരിയും പാടില്ല. ഇതെല്ലാം ഒഴിവാക്കണം. 7, അശുദ്ധിയോടെ ഖുർആൻ ഓതുക. അശുദ്ധിയോടെ ഖുർആൻ ഓതുക. അത് തെറ്റാണ്. ശുദ്ധിയോടുകൂടിയാണ് ഖുർആൻ ഓതേണ്ടത്. തദ്രീബാത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഖുർആൻ പഠിക്കുമ്പോൾ പാലിക്കുന്ന 5 മര്യാദകൾ നിരീക്ഷിച്ച് എഴുതുക. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാലിക്കുന്ന 5 മര്യാദകൾ നമുക്ക് നോക്കാം. 1, ഖിബിലയിലേക്ക് തിരിയും. ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യും. അത് ഒരു മര്യാദയാണ്. 2, ശുദ്ധിയോടെ ഖുർആൻ ഓതും. ശുദ്ധിയോടുകൂടി ഖുർആൻ ഓതും. 3, തലമറക്കും. 4, മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും ഓതും. 5, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും താഴ്മയും ഭക്തിയും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് 5 മര്യാദകളായി. ഈ മര്യാദകളെങ്കിലും പാലിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നേടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 4ാമത്തെ പാഠം, അദ്ദർസു റാബിയു, പാഠം 4, മറാത്തിബുൽ ഖിറാഅ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം. ഖുർആൻ പാരായണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മര്യാദകളിലൊന്ന് സാവധാനവും ഭംഗിയായും പാരായണം ചെയ്യുകയാണെന്ന് നാം കഴിഞ്ഞ പാഠത്തിൽ നിന്ന് പഠിച്ചുവല്ലോ. സാവധാനം പാരായണം ചെയ്താലേ അക്ഷരങ്ങളുടെ ഉച്ചാരണവും മറ്റു നിയമങ്ങളും കൃത്യമായി പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാരായണത്തിൻ്റെ വേഗതയിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോകുന്ന രൂപത്തിലോ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലോ ഉള്ള വേഗത ഒരിക്കലും പാടില്ല. വേഗത പരിഗണിക്കുമ്പോൾ ഖിറാഅത്തിൻ്റെ ഇനങ്ങൾ 3 എണ്ണമാണ്. നമുക്ക് നോക്കാം അതേതെല്ലാം. 1, തർത്തീൽ, അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. തർത്തീൽ എന്നാൽ അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. 2, ഹദിർ, അക്ഷരങ്ങളും ഹർക്കത്തുകളും
മാറിപ്പോവാത്ത രീതിയിൽ വേഗതയിൽ പാരായണം ചെയ്യുക. ഹദർ എന്നാൽ അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗതയിൽ പാരായണം ചെയ്യുക. 3. തദ്വീർ, മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക. മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക. തർത്തീലിനേക്കാൾ സാവധാനമാണ് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതേണ്ടത്. തർത്തീലിനേക്കാൾ സാവധാനമാണ് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതേണ്ടത്. ഇതിന് തഹ്ഖീഖ് എന്നാണ് പറയുക. ഇതിന് തഹ്ഖീഖ് എന്നാണ് പറയുക. ഇവയിലെല്ലാം തജ്വീദ് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഇവിടെ പറഞ്ഞ 4 രൂപത്തിലുള്ള പാരായണത്തിലും തജ്വീദ് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. QR കോഡ് ഉപയോഗിച്ച് പാരായണം മുഴുവൻ കേട്ട് ഏത് തരം പാരായണമാണെന്ന് കോളത്തിൽ എഴുതുക. ഇവിടെ 3 QR കോഡുണ്ട്. അതിൽ ഏതാണ് ഖിറാഅത്ത് എന്ന് നോക്കി നമ്മൾ പറയണം. ഒന്നാമത്തെ QR കോഡിലുള്ള പാരായണം ഹദർ എന്ന പാരായണമാണ്. രണ്ടാമത്തേത് തദ്വീർ എന്ന പാരായണമാണ്. മൂന്നാമത്തേത് തർത്തീൽ എന്ന പാരായണമാണ്. തദ്രീബത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. തർത്തീൽ, തദ്വീർ, ഹദർ എന്ന പേരിൽ കുട്ടികളെ 3 ഗ്രൂപ്പാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പും അതാതു ശൈലിയിൽ യഥാക്രമം സൂറത്തുൽ ഫീൽ, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കാഫിറൂൻ എന്നിവ 2 തവണ ഉസ്താദിന് ഓതിക്കൊടുക്കുക. നമ്മൾ 3 രീതിയിലുള്ള പാരായണവും എങ്ങനെയെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ നമുക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. തദ്രീബത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം താഴെ കൊടുത്ത 2 ഖിറാഅത്തുകൾ കേട്ട് വ്യത്യസ്തമായ 2 പ്രത്യേകതകൾ വീതം ബോക്സിൽ എഴുതുക. ഒന്നാമത്തെ QR കോഡിൽ ഇത് തഹ്ഖീഖിൻ്റെ പാരായണമാണ്. തഹ്ഖീഖ് പാരായണമാണ് ഒന്നാമത്തെ QR കോഡിൽ നൽകിയിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. രണ്ടാമത്തേത് പഠിക്കാനും പഠിപ്പിക്കാനും ഈ പാരായണമാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ QR കോഡ് ഇത് തദ്വീർ എന്ന പാരായണമാണ്. രണ്ടാമത്തെ പ്രത്യേകത മിതമായ വേഗതയിൽ പാരായണം ചെയ്യുന്ന ഖിറാഅത്താണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തേത് തഹ്ഖീഖും രണ്ടാമത്തേത് തദ്വീറുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഖുർആൻ പാരായണം കൃത്യമായും നമ്മൾ സാവകാശം പാരായണ രീതി ഉപയോഗിച്ച് തന്നെ നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.